ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ റീഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിനും കസ്റ്റമേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അറിയാവുന്ന ആൾക്കാർക്ക് ഓൾറെഡി അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം, ഇല്ലെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡിസ്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയും. ഓക്കെ, ബാക്ക് ടു റീഡിങ്. ഇന്നത്തെ റീഡിങ്ങിന്റെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിനി ആണെങ്കിൽ നന്നായിട്ട് പഠിക്കട്ടെ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ചിലപ്പോൾ ഈ പേഴ്സണും ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ എവിടെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. സോ നിങ്ങൾ ചിലപ്പോൾ കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സണോട് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം, നീ നിന്റെ എഡ്യൂക്കേഷനിൽ ശ്രദ്ധിക്കൂ, പഠിത്തത്തിൽ ശ്രദ്ധിക്കൂ, കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ധാരാളം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് 1 റിംഗ് സർക്കസ് എന്ന് പറയുന്ന കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ഞാണിമേൽ കളി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിസ്കി ആയിട്ടുള്ളൊരു സാഹചര്യം, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരവസ്ഥയുണ്ട്, ഒരു സാഹചര്യമാണ് ഈ പേഴ്സണ് ഇപ്പോൾ ഉള്ളത്. അത് സാമ്പത്തികപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലോണ് കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ടാകാം, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ പൂർണ്ണമായിട്ട് സംതൃപ്തനല്ലായിരിക്കാം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു 1 റിംഗ് സർക്കസ് ആണ്. കുറച്ച് റിസ്കി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ പേഴ്സൺ ഉള്ളത്. സോ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഓക്കെ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയുന്നുണ്ടാകാം. സോ അതിനോടൊന്നും ഈ പേഴ്സൺ യോജിക്കുന്നില്ല. കാരണം നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ലൊരു ജോലി നേടിയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാം എന്നുള്ള ലെവലിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം സുഖകരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ പേഴ്സന്റെ സാന്നിധ്യം അത്രത്തോളം കിട്ടുന്നില്ലായിരിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പഠിക്കണതിന്റെ തിരക്കിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്, പഠിക്കാനുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യണം, സോ ഇത് കുറെ കാര്യങ്ങൾ. ഈ പേഴ്സൺ ആണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ എക്സ്ട്രാ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത്, അതായത് ഒരു ജോലി ഓൾറെഡി ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എക്സ്ട്രാ പേയ്മെന്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് വേറെയും ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് 2 പേരുടെയും ഒരു ബിസി എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഒരിക്കലും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സാഹചര്യം അതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ ചെയ്തേ പറ്റൂ. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതിയേ പറ്റൂ. ഈ പേഴ്സൺ ആണെങ്കിൽ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടായാലും പണം സമ്പാദിച്ചേ പറ്റൂ. അങ്ങനെ ആ ഒരു 2 ആവശ്യങ്ങൾക്കിടയിലാണ് നിങ്ങൾ 2 പേരും, 2 ആവശ്യങ്ങളുടെ പിന്നാലെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു വിള്ളലുകൾ ഉണ്ടാകാം, ഒരു ചെറിയ രീതിയിലുള്ള അകൽച്ചകൾ ഉണ്ടാകാം. ചിലപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളായിരിക്കാം, പിന്നീട് അത് ചില ദിവസങ്ങളിൽ മാത്രം വിളിക്കുന്ന രീതിയിലോട്ടായി, പിന്നെ ആഴ്ചയിൽ വിളിക്കലായി. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. പക്ഷെ സിറ്റുവേഷൻസ് അതായതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ സമാധാനമായിട്ട് ഒരു പ്രണയിക്കാനോ, അതായത് നിങ്ങളിപ്പോ ഈ പേഴ്സന്റെ കാമുകയോ ആണ്. ഓക്കെ, അപ്പോ ഈ പേഴ്സൺ അത് സ്വസ്ഥമായിട്ട് അത് പ്രണയിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രണയം ആസ്വദിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അത് ആ ചുറ്റിനുള്ള സിറ്റുവേഷൻസ് അതായതുകൊണ്ട് നിവർത്തികേട് കൊണ്ട് അത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ എൻഗേജ് ചെയ്തിട്ട് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അപ്പൊ ആ ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് കമ്മിങ് ടു ലൈഫ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങളെ കൂടെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രണയം മാത്രം മനസ്സിൽ കണ്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. അതായത് ചുറ്റിനുമുള്ള ഈ പേഴ്സണെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തിക്ക് പരിഹരിച്ചല്ലേ പറ്റൂ. അപ്പൊ ആ ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്കൊരു ഡീപ്പ് ഫ്രീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്കിടയിൽ പ്രണയം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, നിങ്ങൾ സംസാരിക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അത്രത്തോളം ശക്തിയേറിയ ഒരു മൃഗമാണ് എന്തോന്ന് ലയൺ എന്ന് പറയുന്നത്. പക്ഷെ ആ സിംഹം എന്ന് പറയുന്നത് ഫ്രീസ് ആയി കിടക്കുകയാണ്, മഞ്ഞില് ഉറച്ചു കിടക്കുകയാണ്, നിശ്ചലമായി കിടക്കുകയാണ്, ചലനമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പ്രണയം ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, പ്രണയമുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് വെച്ചാൽ നോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പേഴ്സണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ അങ്ങനെ ദൂരെ ദൂരെ മാറിപ്പോകും എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെ മാറിപ്പോണ വ്യക്തിയൊന്നുമല്ല. ബിക്കോസ് നമുക്ക് മെറ്റമോർഫോസിസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് ആ ഒരു ലവേഴ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു സ്നേഹത്തിനെയും പ്രണയ സാഫല്യത്തെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മോശപ്പെട്ട ചിന്തകൾ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുക. ഓക്കെ, ബിക്കോസ് നമുക്ക് ഡ്രാഗൺ ലെയർ കിട്ടിയിട്ടുണ്ട്. അതൊരു പേടിപ്പെടുത്തുന്ന, ഒരു ഭയാനകമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്ന ഒരു കൊട്ടാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മോശപ്പെട്ട ചിന്തകൾ തന്നെയാണ് മേ ബി ഈ പേഴ്സണായിട്ട് ബ്രേക്കപ്പ് ആകുന്നതോ, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നതോ, ഈ പേഴ്സൺ നിങ്ങളോട് ഗുഡ് ബൈ പറയുന്നതോ, അത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാകാം. അങ്ങനെ ചിന്തിച്ചു കൂട്ടി നിങ്ങൾ രാത്രി കിടന്നുറങ്ങി അനാവശ്യമായിട്ട് നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം. സോ ആ ഒരു രീതികളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അതൊന്നും അത്ര നല്ലതല്ല. അതെപ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണേന്ന് പറയാൻ പറ്റില്ല. സോ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും കമ്മിങ് ടു ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് സാവകാശം വേണം. ആൻഡ് ഓൾസോ നമുക്ക് ദ ക്ലീനിങ് ഹൗസ്, ബിക്കോസ് വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു വീട്, അതായത് നിങ്ങൾക്കും അറിയാം ഈ പേഴ്സണും അറിയാം ഈ ഒരു പ്രണയബന്ധം ഇങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം എന്താ പറയാ, ആവശ്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയാ, ആവശ്യത്തിന് മാത്രം സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിഫിക്കേഷൻ ചോദിച്ചാൽ അതും കിട്ടത്തില്ല. സോ ആവശ്യത്തിന് മാത്രം സംസാരിച്ച് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ര ക്ലിയർ ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര വൃത്തിയല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സാഹചര്യം കൊണ്ട് മാത്രമാണ്, വേണമെന്ന് വിചാരിച്ചിട്ടല്ല. ബട്ട് നമുക്ക് ജെന്റിൽ ഗാർഡനർ കിട്ടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സീനറിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ക്ലീനിങ് ഹൗസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ പലതരത്തിലുള്ള മോശപ്പെട്ട ചിന്തകളുണ്ട്, അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ട്, മോശപ്പെട്ട തെറ്റിദ്ധാരണകളുണ്ട്, തെറ്റായ ചിന്തകളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. സോ അതെല്ലാം മാറ്റിയെടുക്കുന്നതായിരിക്കും ഈ പേഴ്സൺ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ
എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. പിന്നെ നിങ്ങൾ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് മുന്നോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ബിക്കോസ് അതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടം. നിങ്ങളുടെ ലൈഫും കൂടെ സെറ്റിൽ ആകണം എന്നുള്ള അതിയായ ആഗ്രഹം ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിങ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പറ്റുമെങ്കിൽ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.